നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈശ്വരൻ ദൈവം വലിയവൻ തന്നെയാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവനാകും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി തിരിച്ചു വരില്ല എന്ന് കരുതുമ്പോഴും അർജുൻ എങ്ങനെയും തിരിച്ചു വരണേ, ദൈവമേ ഇനി ഒരിക്കൽ കൂടി അവനെ കാത്തിരിക്കുന്നവരുടെ പക്കലേക്ക് നീ അവനെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിനൊടുവിൽ കാണാതായ അർജുൻ ഇന്ന് 10 ദിവസം കഴിയുമ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ 10ാം ദിവസം വെള്ളത്തിനടിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അർജുൻ ഓടിച്ചിരുന്ന ബെൻസ് ലോറി വെള്ളത്തിനടിയിൽ 3 കഷ്ണങ്ങളായി കിടക്കുന്നു എന്നുള്ള അതിദാരുണമായ വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും പുതിയ വാർത്തയും അത് തന്നെയാണ്. അർജുൻ്റെ ലോറി കാണാതായ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ മാറി 60 അടി താഴ്ചയിൽ വെള്ളത്തിലാണ് ഇപ്പോൾ ലോറി 3 കഷ്ണങ്ങളായി കിടക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വാർത്താ മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും ആ പ്രദേശത്തേക്ക് കയറുവാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങൾ മാത്രം പുറത്തുവിടുന്ന വാർത്തകളെ അധികരിച്ചാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ലോറി റോഡിൽ പാർക്ക് ചെയ്ത് വിശ്രമിക്കുമ്പോഴോ ആണ് മണ്ണിടിച്ചിലുണ്ടായത്, അർജുൻ ആഴിയിലേക്ക് താഴ്ന്നു പോയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ വലിയ അത്ഭുത കഥകൾ കേട്ട് ശീലിച്ച നമ്മൾ മലയാളിക്ക് ഇപ്പോഴും അർജുൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ ഉണ്ടായിരുന്ന ലോഡ് കയറ്റി വന്ന ഈ ലോറിയിൽ ഉണ്ടായിരുന്ന മരങ്ങൾ 8 കിലോമീറ്റർ അകലെ പുഴയിൽ നിന്നും ചില ആളുകൾക്ക് കണ്ടുകിട്ടി. ലോറി ഉടമ മനാഫ് ഇത് തൻ്റെ ലോറിയിൽ കൊണ്ടുവന്ന ലോഡ് തന്നെയാണ്, മരങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 60 അടി താഴ്ചയിൽ വെള്ളത്തിൽ ലോറി 3 കഷ്ണങ്ങളായി കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന വാർത്ത. ഈ ലോറിയുടെ ക്യാബിനിൽ ആണ് അർജുനൻ ഉണ്ടായത് എന്ന് പറയുന്നത്. 10 ദിവസങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ഇതുപോലെ അപകടത്തിൽപ്പെട്ട് വെള്ളത്തിനടിയിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം സാധാരണ ബുദ്ധിയുള്ളവർക്ക് പോലും ചിന്തിച്ചാൽ പിടികിട്ടാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അർജുൻ ഇനിയില്ല എന്ന് വിശ്വസിക്കുവാൻ അർജുൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം നമുക്കും സാധിക്കുന്നില്ല. ഈ ലോകം മുഴുവൻ, മലയാളികൾ മുഴുവൻ പ്രാർത്ഥനയോടുകൂടി ആ കുടുംബത്തോടൊപ്പം കഴിയുന്നു. അർജുൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് എല്ലാവരും ആശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ടാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് ഈശ്വരൻ വലിയവനാണ്. അർജുൻ ഏതു വിധത്തിലും എന്തെങ്കിലും ഒരു അത്ഭുതം ഈശ്വരൻ സൃഷ്ടിച്ച് അവൻ്റെ കുടുംബത്തിന് തിരിച്ചു കൊടുക്കും. അവൻ്റെ കുട്ടിയും ഭാര്യയും അമ്മയും സഹോദരങ്ങളും അർജുനെ കാത്തിരിക്കുന്നു. ഇത്രയും വലിയ ഒരു വിധി വൈപരീത്യത്തിൽ എങ്ങനെയാണ് അർജുൻ എന്ന ചെറുപ്പക്കാരൻ ചെന്ന് പതിച്ചത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അവൻ്റെ അന്ത്യവിധി ഇങ്ങനെ തന്നെയാവുമോ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് പലരും അനുമാനിക്കുന്നത്. എന്തായാലും അർജുനെ കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇനിയും പ്രതീക്ഷയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കച്ചിത്തുരുമ്പ് ഈശ്വരൻ ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഈശ്വരൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അർജുൻ തിരിച്ചു വരും എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്ന ആ വീട്ടുകാരോടൊപ്പം നമുക്കും പ്രത്യാശയോടുകൂടി കാത്തിരിക്കാം. എന്തായാലും ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നിർത്തിവച്ചിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പരിശോധന നിർത്തിവച്ചിരിക്കുന്നു. നാളെ വീണ്ടും ഈ പരിശോധന പുനഃക്രമീകരിക്കുമ്പോൾ നമുക്ക് അർജുനെ കാണാനെത്തും. ആശാവഹമായ രീതിയിൽ തന്നെ ആയിരിക്കും അർജുനെ കണ്ടെത്തുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന വീട്ടുകാരോടൊപ്പം നമുക്കും പങ്കുചേരാം.